ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു RR വ്ളോഗ്സ് ഫോർ എവർ. ഇന്ന് ഞങ്ങൾ ബാലവേദി പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയ കഥയാണ് നിങ്ങളിവിടെ കാണാൻ പോണത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒരു 9:30 മണിയായപ്പോഴേക്കും ഞങ്ങൾ പിഷാരടി ഓഡിറ്റോറിയത്തിലെത്തി. ഞങ്ങളെ പോലെ തന്നെ കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം നടന്നത് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ബുക്കും പേനയും അതുപോലെ തന്നെ ഒരു നാരങ്ങ മിഠായിയും കിട്ടി. അത് ഞങ്ങൾ കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞതും മെയിൻ ഹാളിലേക്ക് എത്തി. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇതിനിടയിൽ ഉദ്ഘാടകന്റെ ചെറിയൊരു പ്രഭാഷണം ഉണ്ടായിരിക്കും. നമ്മുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി, താലൂക്ക് പ്രസിഡന്റ്, പ്രോഗ്രാം തുടങ്ങിയിട്ടോ. നമുക്ക് ഈ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് വിശദീകരിക്കാൻ മാഷയെ കൂടി നമ്മുടെ കുട്ടികളെ കൊണ്ട് ഈ ഹോളിലേക്കാൻ പോകാം. എണീറ്റോളൂ, ആ പുസ്തകം കൊണ്ട് വയ്ക്കും. നമ്മുടെ കയ്യിലൊന്നും വേണ്ട, ഈ ഹോളിലേക്ക് പോകാം. വേഗം എണീറ്റോളൂ, വേഗം 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 ആ ഹോളിലേക്കാൻ പോകാം. വട്ടത്തിലാണ് അവിടെ നിങ്ങൾ ചാടിയോ?
തിരിച്ച് മെയിൻ ഹാളിലേക്ക് തന്നെ വന്നു. നല്ല രസമുണ്ടായിരുന്നു ആ കളി കളിക്കാൻ. നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഉണ്ടാക്കാം. ഈ കിട്ടിയ പേപ്പർ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഉണ്ടാക്കാം. എല്ലാവരും ഓരോരുത്തരും ഉണ്ടാക്കാം. ഇഷ്ടമുള്ള ഉണ്ടാക്കാം. എന്താ ഉണ്ടാക്കി ഒരു തൊപ്പി ഉണ്ടാക്കി. തൊപ്പിയാക്കി കൂടി പ്രശ്നം കഴിഞ്ഞില്ലേ? തൊപ്പിയാക്കിക്കോ, തലയിൽ വയ്ക്കാലോ, നൈസായിട്ടുണ്ടാവും. വേണ്ട അപ്പം തന്നെ തൊപ്പി. എന്നിട്ട് തോണി നോക്കട്ടെ, കാണിക്കൂ. ഈ തോണി എന്തായി, കാറ്റിൽ ഒലഞ്ഞു പോയോ? ഇവിടെ നീ എന്തിനാണ് കീറിക്കളയണ്? എൻ്റെ പ്ലെയിൻ കാണിക്ക്. ജെറ്റ മോനെ. നിങ്ങളൊന്നും കഴിഞ്ഞില്ലേ? ഇതെന്താ തവള? അതൊക്കെ അവിടെ വെക്കും.
വായനശാലകളിലുള്ള കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ബാലവേദി എന്ന് പറയുന്നത്. ആ ബാലവേദി അടുത്തൊരു വർഷക്കാലം നമ്മുടെ വായനശാലകളിൽ എന്തെല്ലാം പരിപാടികൾ നടത്തണം, എങ്ങനെയൊക്കെ പരിപാടികൾ നടത്തണം, ബാലവേദി നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ എങ്ങനെ മാറണം എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനും ചർച്ച ചെയ്യാനും വേണ്ടിയുള്ള ഒരു വേദിയാണ് ഇത്. അപ്പോൾ പൊതുവെ എല്ലാവരും ക്യാമ്പെന്നൊക്കെ പറയുമ്പോൾ പ്രസംഗങ്ങൾ വിചാരിക്കുക, പ്രസംഗം നൽകിയല്ല, നേരത്തെ ചെയ്ത പോലെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും ഇതിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്നൊരു ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതമായി ആശംസിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ PN നാരായണൻ മാഷ്, കേലു മാഷ്, അതുപോലെ തന്നെ ശ്രീനിവാസ മാഷ്, കൃഷ്ണദാസ് മാഷ് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാവരും ഉണ്ട്. അവരെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ, നമ്മുടെ ജില്ലയിലെ വായനശാലകളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന വേദിയാണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ. അതിൻ്റെ ജോയിന്റ് സെക്രട്ടറി C. വിജയൻ ഇവിടെ ഈ നമ്മുടെ ബാലവേദി ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടി ധാരാളം കഥകളൊക്കെ എഴുതിയിട്ടുള്ള കുട്ടികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കൃഷ്ണദാസ് മാഷാണ്. കൃഷ്ണദാസ് മാഷ് മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ്. ഇതേപോലുള്ള ബാലവേദി ക്യാമ്പുകളും ബാലവേദി പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അപ്പോൾ അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതിന് പ്രത്യേകിച്ച് ഔപചാരികതകളൊന്നുമില്ല, സ്വാഗതം, അധ്യക്ഷൻ, ആശംസ അങ്ങനെയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃഷ്ണദാസ് മാഷെ ക്ഷണിക്കുന്നു. ഉഷാറല്ലേ? ആണോ? 4 ആണേ കേട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. ആരുടെയൊക്കെ നിർബന്ധത്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്? പിന്നിലിരിക്കുന്ന ആൾക്കാർ നിർബന്ധത്തിന് വന്നവരാണ്. നിങ്ങളെ എത്ര ആൾക്കാർ നിർബന്ധത്തിന് വന്നിട്ടുണ്ട് ഇവിടെ? സന്തോഷത്തോടു കൂടി വന്നവർ എത്ര ആളുണ്ട്? കൈ ഉയർത്തി. വെറുതെ പറയുന്നത് എന്റെ മുടി കൊഴിയും. നിർബന്ധിച്ചിട്ട് വന്നതല്ലേ? ആരെ നിർബന്ധിച്ചിട്ട്? വിഷാരഡീസിൽ ഒരു പരിപാടി ഉണ്ട്, പോണം, ആ സുധീർ മാഷൊക്കെ നിർബന്ധിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് വന്നവരല്ലേ? ആണോ? ആണോ? അല്ല, അവൾക്കാണ് സമ്മാനം കൊടുത്തത്. യഥാർത്ഥത്തിൽ നടക്കുന്ന ഇവിടെ 2 ക്യാമ്പാണ്. എന്താ 2 ക്യാമ്പ്? ഒരു ക്യാമ്പല്ല, 2 ക്യാമ്പാണ് നടക്കുന്നത്. ഏതാ 2 ക്യാമ്പ്? ഒന്ന് കുട്ടികളുടെ ക്യാമ്പും മറ്റൊന്നെന്താ മുതിർന്നവരുടെ ക്യാമ്പ്. അതിന് പറയാം മെന്റർമാരുടെ ക്യാമ്പ്. എന്താ മെന്റർമാർ പറഞ്ഞാൽ? ഇപ്പൊ മാഷന്മാരില്ല, മെന്റർമാരാണ്. എന്താ സംഭവം? എന്താ മെന്റർമാർ എന്ന് പറഞ്ഞാൽ? പിന്തുണ കൊടുക്കുന്ന ആൾക്കാർ. അവരെങ്ങനെ വന്നിട്ടെന്ന് എനിക്കറിയില്ല, ആര് നിർബന്ധിച്ചിട്ടാണ് വന്നതെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ എന്താണെങ്കിലും കുട്ടികളുടെ ക്യാമ്പല്ലേ പറഞ്ഞിട്ട് കുറച്ച് സന്തോഷത്തിൽ വന്നവരെ. യഥാർത്ഥത്തിൽ 2 ക്യാമ്പാണോ? 2 ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് ബാലവേദി ക്യാമ്പും ഒന്ന് മെന്റർമാർക്കുള്ള ക്യാമ്പും. മെന്റർമാർ എന്ന് പറഞ്ഞാൽ ബാലവേദി അവിടെ പോയിട്ട് സ്കൂൾ, പിന്നെ ലൈബ്രറിയിൽ പോയിട്ട് അവിടെ എന്തെല്ലാം ചെയ്യണമെന്ന് ഇവിടെ നിങ്ങളോട് കാട്ടുന്നത് കണ്ടിട്ട് അവിടെ പോയി ചിലപ്പോൾ ഒരു ലൈബ്രറിയിൽ 1-2 ആൾക്കാരല്ലേ വന്നിട്ടുണ്ടാവും, ഒരു 1-2 കുട്ടികളായിരുന്നു വന്നിട്ടുണ്ടാവും ഒരു ലൈബ്രറി. അവര് മാത്രം പറ്റില്ല, അവിടെയുള്ള മൊത്തം ബാലവേദിയിൽ അവിടെ പോയിട്ട് ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഇവിടെ നടക്കുന്നത് കണ്ടിട്ട് അതേപോലെ അവിടെ പോയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ മെന്റർമാരായി തെരഞ്ഞെടുത്ത ആളുകൾക്ക് ഒരു ലേശം കുട്ടിത്വം, പിന്നെ കളിച്ച സമയത്തും
അതേപോലെ കടലാസ് കൊണ്ട് ഉപകരണം ഉണ്ടാക്കിയ സമയത്തും എത്രത്തോളം അതേ കുട്ടിയുടെ മനസ്സോടുകൂടി ചെയ്തു എന്നുള്ളത് സ്വയം പരിശോധിച്ചറിയാം. അതേപോലെ ഞാൻ കളിച്ചോ അതോ ഒന്ന് മടിച്ചോ, അത് അനുസരിച്ചാണോ ഞാൻ കുട്ടിയുടെ മനസ്സ് വെച്ചിട്ട് അവരൊപ്പം കളിക്കണ്ടായിപ്പോ ടീച്ചർ വന്നിട്ട് പറഞ്ഞു ഞാൻ കുട്ടികളുടെ ഒപ്പം കളിച്ച് കുട്ടികളുടെ ഒപ്പം പാടി വന്നപ്പോൾ തന്നെ പറയണ്ടായി. അങ്ങനെയുള്ള ഒരു മനസ്സ് അത് ഏത് പ്രായത്തിലായാലും ആ മനസ്സുള്ള ആൾക്കാരാണ് മെന്റർമാരായിട്ട് വരേണ്ടത്. അവര് വന്നാലേ അതാ ഇവിടെ കുട്ടികൾ എന്ത് ചെയ്യണോ ഞങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അതേപോലെ നിങ്ങൾ ചെയ്താലേ ഞങ്ങൾ കുട്ടികളൊക്കെ പാടാണ് ചെയ്യുന്നത് അതേപോലെ ആര് ചെയ്യണം, അവർ ചെയ്യണം. എന്നാലാണ് അവിടെ പോയിട്ട് അവർക്ക് ബാലവേദി എന്ന് പറഞ്ഞ സംഭവം അതിനനുസരിച്ച് ചെയ്യാൻ കഴിയൂ. അതല്ല ഞാൻ കുറച്ച് മാറി നിന്നാൽ അതേപോലെ ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞു വരില്ല. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ന് എത്ര നേരമാണോ ഈ പരിപാടി ഉള്ളത് അതേ സമയം വരെ നമ്മൾ കുട്ടികളായിട്ട് നിൽക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം. അപ്പോ മണ്ണാർക്കാട് ബാലവേദി ക്യാമ്പ് 2 ദിവസമായിട്ടാണ് നടത്തിയത്. ആ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ കെയിൽമാഷ് ചെയ്തു. അതായത് നമ്മൾ സാധാരണ കുറെ കളികൾ കളിക്കും. സാധാരണ കളിക്കുക എന്ന് പറഞ്ഞാൽ ചോറ് കൂട്ടാൻ വെച്ച് കളിക്കും, ഒളിച്ച് കളിക്കും. ആ കളി അത്തരം കളിയാണ് അവിടെ കളിച്ചത്. അത് സാധാരണ രസത്തിനുള്ള ഒരു കളിയാണ്. പക്ഷെ ഇവിടെയുള്ള കളി എന്ത് കളി? ആ കളിയുടെ പ്രത്യേകത എന്താ? അതിൽ ചില ഉദ്ദേശം വെച്ചിട്ടുള്ള കളികളാണ്, ഉദ്ദേശം വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഞാന് കടലാസ് കൊണ്ടുള്ള ഉപകരണം ഉണ്ടാക്കിയത് ഞാൻ നോക്കി ഇവിടെ വെച്ചത്. അതില് ഭൂരിപക്ഷം തോണിയാണ്, 90% തോണിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം പരിശോധിക്കണം. ഒരു തോണി ഉണ്ടാക്കലല്ലോ. തോണി ഉണ്ടാക്കുക പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുക എന്നത് ആയിരിക്കും നമ്മുടെ ലക്ഷ്യം. എല്ലാവരും എപ്പോഴും നടക്കുന്ന ഒരു വഴിയുടെ അപ്പുറത്തേക്ക് എന്ത് ചെയ്തു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തോണി എല്ലാവരും ചെയ്യും. നമ്മൾ വെറുതെ ഇടം കണ്ടിട്ട് നോക്കിയാൽ മതി. അവനുണ്ടാക്കുന്ന തോണിയാണ്, പുറത്തിപ്പുറത്തേക്ക് നോക്കിയാൽ അവളുണ്ടാക്കുന്നത് തോണിയാണ്. അപ്പൊ ഞാൻ എന്താ പുതിയൊരു സാധനം ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് നമ്മുടെ നടുവിൽ വെച്ചിട്ടുണ്ട് 10ൽ താഴെ സാധനങ്ങളാണ് തോണി അല്ലാതെ ഉണ്ടാക്കിയത്. അത് നമ്മളോട് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു എന്തായാലും പറയാ ഒരു മത്സരമായിരിക്കും. നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ നടത്തുന്ന ഒരു മത്സരമായിരിക്കും. എന്ത് പുതിയൊരു സാധനം ചെയ്യും. എപ്പോഴും നടക്കുന്ന വഴി കൂടെ നടക്കുന്നത് മാത്രമല്ല നടത്തം, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് ആലോചിക്കുന്നത് കൂടി നടത്താണ്. അങ്ങനെ വ്യത്യസ്തത ചെയ്തവരെ ലോകത്ത് അത്ഭുതം ചെയ്തു പോകും. അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പൊ കളി പറഞ്ഞ കേവലം രസം, അതിനപ്പുറത്തേക്ക് ചില ഉദ്ദേശങ്ങൾ വെച്ചിട്ടുള്ളതാണ് സ്വദേശ കളികൾ എന്നൊക്കെ പറയുന്നത്. അതാണ് കെയിൽമാഷ് ഇവിടെ കളിപ്പിക്കാൻ വരുമ്പോൾ അതിന്റെ ഉദ്ദേശം സാധാരണ ഒരു കളി കളിപ്പിക്കാൻ ആൾക്ക് കഴിയും. ഇനി ആ മൂപ്പരെടുത്ത് കളികളുടെ വലിയ ശൃംഖല തന്നെയുണ്ട്. കുറച്ചുകൂടി സമയം കൊടുത്താൽ മൂപ്പര് കളി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. അതെല്ലാം അങ്ങനെ രൂപപ്പെടുത്തിയ കളികളാണ്. ചില കാര്യങ്ങൾ ഇതിലൂടെ തിരിച്ചറിയണം എന്ന് വിചാരിച്ചിട്ടുള്ള സംഭവമാണ്. അങ്ങനെ വിചാരിച്ചിട്ടുള്ള നടത്തിയ പരിപാടികളാണ് ലൈബ്രറിക്ക് തന്നെ. ബാലവേദി മാത്രമല്ല, ലൈബ്രറി എന്ന സങ്കല്പം തന്നെ അങ്ങനെ രൂപപ്പെടുത്തിയ ഒരു സംഭവമാണ്. ലൈബ്രറി എത്രത്തോളം ആശ്രയിക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ ബാലവേദി ക്യാമ്പ് നടത്തിയ 2 ദിവസമാണെന്ന് പറഞ്ഞത്. അതിൽ ഏറ്റവും കൂടുതൽ രസിച്ച ഒരു ഭാഗം അവസാനം കുട്ടികൾ എഴുതിയ അവരുടെ അവലോകന കുറിപ്പിൽ അവർ ഏറ്റവും കൂടുതൽ രസിച്ച സംഭവ ചിത്രം വരെ. എത്രയോ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. 10-12 പരിപാടികൾ. പുഴയിലേക്ക് പോയിട്ട് കുട്ടിപ്പുഴയിൽ പോയിട്ട് കുട്ടികൾ നീന്തി. രണ്ടാമത് അവർ എഴുതിയ സംഭവം അതായത് പുഴയുടെ തീരത്തിരുന്ന് പുഴയുടെ ചരിത്രം സംസാരിച്ചു. ഏറ്റവും പ്രശസ്തനായ ഒരാൾ കുട്ടികളോട് സംസാരിച്ചു. അത് രണ്ടാമതാണ് അതിന് പ്രാധാന്യം കിട്ടുള്ളത്. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, കുട്ടി ഏറ്റവും ആസ്വദിച്ചത് ചിത്രം വരെയാണ്. അത് ആ കുട്ടിയുടെ മനസ്സിലുള്ളൊരു സംഭവമാണ്. അപ്പൊ കുട്ടിയെ അവരുടെ താല്പര്യത്തിന് കൂടി പ്രാധാന്യം കൊടുക്കുന്നു. നമ്മൾ വിചാരിക്കും
നമ്മളൊരു സംഭവം പറയുമ്പോൾ ഇത് കുട്ടി രസിക്കുന്നുണ്ട് എന്ന് പലരും തെറ്റിദ്ധേ. യഥാർത്ഥത്തിൽ ആ കുട്ടി രസിക്കുന്നുണ്ടാവില്ല. അപ്പൊ കുട്ടിയുടെ അതിനു വേണ്ടിയിട്ടാണ് കുട്ടികൾ പിന്നെ മുതിർന്നവരെയും കൂട്ടിച്ചേർത്ത് സുധീർമാർ ആസൂത്രണം ചെയ്തത്. എന്താ കാര്യം? കുട്ടി ആസ്വദിക്കുന്ന, കുട്ടി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ത് എന്ന് കൂടി തിരിച്ചറിയേണ്ടതുണ്ട് ഈ കൂട്ടത്തിൽ. അങ്ങനെയുള്ള വ്യത്യസ്തതയാണ് ഇതാ ഈ ഒരു ഉണ്ടാക്കി വെച്ച് തോണി എന്നുള്ള സാധനത്തിന് അപ്പുറം ആ ഏതെങ്കിലും ഒരു കുട്ടി മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാവും, ഞാൻ എന്ത് വ്യത്യസ്തമായിട്ടൊരു സാധനം ചെയ്യാം എന്ന് ആലോചിച്ചിട്ടുണ്ടാവും. അതാണ് ഈ കൂട്ടത്തിൽ സംഭവം നടന്ന ഒരു കാര്യം. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം അത് വെച്ചിട്ട് പറഞ്ഞതാണ്. അതിൽ സൂംബ ഡാൻസ് ഞങ്ങൾ നടത്തി. കുറെ കുട്ടികൾ അതിനുച്ചായിരുന്നു, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം. മറ്റൊന്ന് ഒരു ഹാർമോണിയം പിന്നെ തബലയും കൂടി വന്നിട്ട് കുട്ടികളോട് വന്ന് മൈക്ക് കൊടുത്തിട്ട് പാടാൻ പറഞ്ഞു. അതിനനുസരിച്ച് ഒപ്പം മ്യൂസിക് കൊടുത്തിരുന്നവർ നല്ല മുതിർന്ന ആൾക്കാർ. അപ്പോ അതിലേതെങ്കിലും ഒരു പാട്ട് പാടാത്ത ആരും ഉണ്ടാവില്ല. അതിനോട് പിന്നെ കുട്ടികൾ തന്നെ ഇഷ്ടപ്പെടുകയില്ലാതായിരിക്കും ഉയരുണ്ടായിരുന്നു. അങ്ങനെ എന്ത് വ്യത്യസ്തമായ പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ അതൊന്നും ചിലപ്പോ കുട്ടിക്ക് ജയിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ കുട്ടിയുടെ കാലത്തിനനുസരിച്ച് പിന്നെ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് അവരിൽ തന്നെ ചിലപ്പോൾ കിട്ടേണ്ടതുണ്ട്, അവരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. കാരണം ചിലപ്പോൾ റീലെടുക്കലായിരിക്കും ഇപ്പോഴത്തെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം. അതേപോലെ അഭിനയം ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അഭിനയം എന്ന് പറഞ്ഞ സംഭവം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ നിന്നല്ല, നമ്മുടെ ലൈബ്രറികൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ കാര്യം, കുട്ടികൾ ലൈബ്രറിക്ക് ഇഷ്ടപ്രകാരം പോകില്ല. അവിടെ കുട്ടി വരണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവർ ആസൂത്രണം ചെയ്യണം. അവരിതിൽ വന്നതിൽ ചാടും എന്നുള്ള തോന്നുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ ആസൂത്രണം ചെയ്യണം. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് കുട്ടിയുടെ മനസ്സോടുകൂടി കുട്ടിയുടെ ഒപ്പം നിന്നിട്ട് അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള സംഭവങ്ങൾ ആസൂത്രണം ചെയ്താൽ മാത്രമേ, കേവലം വായന മാത്രമല്ല, വായന ഇതൊരു ഭാഗമാണ്. 50% നമ്മളായി പ്രാധാന്യം കൊടുത്താൽ 50% അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളതിന് പ്രാധാന്യം കൊടുക്കണം. പലരുടെയും വിചാരം, കുട്ടികൾ എപ്പോഴും പറയും വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ നമ്മുടെ സ്ലോഗൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അതിനപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികൾ എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതിനനുസരിച്ചുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്നാണ് പിന്നെ ആരോട് പറയാനുള്ളത്. ആരോടൊപ്പം ഞാൻ പറയുന്നത്? ഈ പറയുന്നത് ഇപ്പൊ ആരോടാ പറഞ്ഞത്? ഇത്ര നേരം പറഞ്ഞ ആരോടാണ്? മെന്റർമാരോടാണ്. ഇനി നമുക്ക് സംസാരിക്കാം. നമുക്കെന്ത് സംസാരിക്കാം? എന്താ സംസാരിക്കുക? ഇതില് ഡയറി എഴുതുന്ന കുട്ടികൾ എത്ര ആണ്? നമ്മൾ പറയുന്നത് എന്റെ മുടി കൊള്ളി. ഡയറി എഴുതുന്ന കുട്ടികൾ എത്ര ആളുണ്ട്? ഇന്നലെ ഡയറി എഴുതിയവർ എത്ര ആളുണ്ട്? നോണ പറയുന്നത് എന്റെ മുടി കൊള്ളി. 10 താഴെ 90 കുട്ടികളുണ്ട്. 10 താഴെ. ഈ ഡയറി എഴുതുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടോ? ഇപ്പോ ചെന്നൈ മണ്ണാർക്കാട്ടിലത്തെ എഴുത്തുകാരികളുടെ ഒരു സംഗമം വെച്ചിട്ടുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു പരിപാടി നടക്കുകയാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാവുന്ന ഒരു സെന്റൻസ് എഴുതി തരുമെന്ന് ചോദിച്ചിട്ട്, വാട്സപ്പിൽ അയച്ചു തരുമെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചു. ഞാൻ വേഗം നാരായണ മാഷോട് ചോദിച്ചു, എന്താണ് ഒരു സെന്റൻസ് കൊടുക്കുക? അപ്പൊ മാഷ് തന്ന സെന്റൻസ് ഇതായി. ഞാനിത് ഡയറി ചെയ്തു. അത് ഒരു 2ാം ക്ലാസ്സുകാരിയുടെ ഡയറി ചെയ്തു. ഞാൻ വായിക്കാം. അവൾ പച്ചിരിക്കുന്നു. 2ൽ എഴുതിയ ഡയറി, നിങ്ങൾ എഴുതിയ ഡയറിയോ എനിക്ക് 10 ആളല്ലേ. വീട്ടിൽ നിന്ന് നോക്കി ദൂരെ മലനിരകളിൽ അക്ഷരങ്ങൾ,
അത്ഭുതത്തോടെ ഞാൻ അങ്ങോട്ട് പോയി. അക്ഷരങ്ങൾ കൊണ്ട് ഞാൻ വാക്കുണ്ടാക്കി. ആ വാക്കുകൾ കൊണ്ട് ഞാൻ എന്നെ വരച്ചു. ജസാൽഫർ എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ 2ാം ക്ലാസ്സിൽ എഴുതിയതായിരുന്നു. അതിലെവിടെയും ഞാൻ രാവിലെ എഴുന്നേറ്റു പല്ലിച്ചു കക്കൂസ് പോകുന്ന എവിടെയും ഇല്ല. 2ാം ക്ലാസ്സിലത്തെ കുട്ടി എഴുതിയ ഡയറിയാണ്. അവളുടെ ഡയറിയുടെ ഒരു പുസ്തകം തന്നെ ഇറങ്ങിയില്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. സജ്ജീലിന്റെ ജസയുടെ ഡയറി. ആ പുസ്തകം കണ്ടവരെ എത്ര ആളുണ്ട്? ഒരാൾ ആ ബൊമ്മ കണ്ടപ്പോൾ 3 ആളാണ് കണ്ടത്. ഇതാണ് ആ പുസ്തകം. എല്ലാ ലൈബ്രറികളിലും ഉണ്ടാവും. കാരണം നമ്മൾ വായനോത്സവത്തിന് എടുത്ത പുസ്തകമായിരുന്നു. ഇന്നത്തെ പ്രാവശ്യം കാര്യം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ആ പുസ്തകത്തിന്റെ ബാക്കിൽ അവളുടെ കൈയക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ഇതേ സെന്റൻസ്. എന്ത്? വീട്ടിൽ നിന്ന് നോക്കി ദൂരെ മലനിരകളിൽ അക്ഷരങ്ങൾ എന്നുള്ള സെന്റൻസ് അതിലുണ്ട്. ഇത് മുഴുവൻ അവളെ 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ എഴുതിയ ഡയറിയാണ്. ഇപ്പൊ അവൾ 5ലാണ്. അവളുടെ 5ാം ക്ലാസ്സിലത്തെ മലയാളം ടെക്സ്റ്റിൽ അവളുടെ ഡയറിയിലുണ്ട്. 2 അധ്യായത്തിലുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഡയറി വെറുതെ പറഞ്ഞല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ മുതിർന്നവരോട് കൂടിയാണ് പറയേണ്ടത്. നമ്മൾ ആത്മകഥകൾ നിർബന്ധമായും വായിക്കേണ്ടതാണ്. ലോകത്തിലെ ആരുടെ ആത്മകഥയും അത് ആരെയാണെങ്കിലും കുഴപ്പമില്ല. അതേപോലത്തെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? നമ്മുടെ ഡയറികൾ തന്നെയാണ് പിന്നീട് എന്തായി മാറുക? ആത്മകഥയിലേക്ക് മാറുക. ആത്മകഥ എന്ന് പറഞ്ഞാൽ ആത്മപരിശോധനയാണ്. നമ്മൾ ഓരോ ദിവസത്തെയും എങ്ങനെ അനുഭവിച്ചു എന്നത് നമ്മൾ തന്നെ എഴുതി വെക്കുക, നമ്മൾ തന്നെ പരിശോധിച്ച് എഴുതി വെക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൽ എന്തുണ്ടായി എന്നത് നമ്മൾ തന്നെ എഴുതി വെക്കുക, നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തിക്കൊണ്ട് എഴുതി വെക്കുന്ന സെന്റൻസ് ആണ് എന്ത്? ഡയറി എന്ന് പറയുന്ന സംഭവം. അതാണ് പിന്നീട് ആത്മകഥയായിട്ടും ലോകം അറിയുന്ന ഏറ്റവും വലിയ സാഹിത്യമായിട്ട് മാറുക. ഇങ്ങനെ എഴുതി വെച്ചതാണ് പിന്നീട് കഥയും കവിതയും ഒക്കെ ആയിട്ട് മാറുക. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഒട്ടും സമയം നഷ്ടപ്പെടുത്തുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഒരു ലൈബ്രറികൾ നിലനിൽക്കുന്നത് തന്നെ കുട്ടികൾ വരുമ്പോഴാണ്. ഞാൻ 25 വർഷം ലൈബ്രറിയുടെ സെക്രട്ടറി ആയിരുന്നു. ആ ലൈബ്രറിയിൽ ഉച്ചയ്ക്ക് വന്ന് നോക്കിയാൽ കുട്ടികൾ ഇരുന്നും കിടന്നും ഇങ്ങനെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുന്നതിനെ കാണാം. അതിലും ഇതൊരു അത്ഭുതമില്ല. കാരണം സ്കൂൾ വിട്ടാൽ ഭക്ഷണം കഴിച്ച ഓടി വരിക എന്റെ ലൈബ്രറിയിലേക്ക്. അവിടെ ഇങ്ങനെ നടുന്ന കുട്ടികൾ പുസ്തകം വായിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. ആ പുസ്തകം വായിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പുസ്തകം വായിക്കണമെങ്കിൽ ആദ്യം നമ്മൾ വായിക്കണം. രണ്ടാമത് അതിന്റെ ഏറ്റവും രസകരമായ സംഭവങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അങ്ങനത്തെ പുസ്തകങ്ങൾ ഈ കുട്ടിക്ക് കിട്ടുന്ന തരത്തിൽ നമ്മളിങ്ങനെ ഏറ്റവും എളുപ്പം കിട്ടുന്ന തരത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പൊ ഈ കുട്ടി വന്നിട്ട് ഇങ്ങനെ തെരഞ്ഞെടുക്കും. അത് അതായത് അവിടെ പോയാൽ എന്തോ കിട്ടും, എനിക്ക് രസമുള്ളത് എന്തോ കിട്ടും എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ തോന്നലുണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വായിക്കേണ്ടി വരും. അതിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ നമുക്ക് അവർക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ബാലവേദിയാണ് ഒരു ലൈബ്രറിയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം. ബാലവേദികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ബാലവേദി ഇല്ലാതായാൽ ആ ലൈബ്രറി തന്നെ ഇല്ലാതെ. ആ തരത്തിൽ ബാലവേദികൾ ഉണ്ടാവുകയും അതിനനുസരിച്ച് കേവലം വായനയ്ക്ക് നിർബന്ധിക്കല്ല. നമ്മൾ പറഞ്ഞ കുഞ്ഞുമാസം മാത്രം കണ്ടു വെച്ചിട്ട് വായനയ്ക്ക് വേണ്ടി നിർബന്ധിച്ചുകൊണ്ടേയിരുന്നാൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ അഭിനയം, ചിത്രം വര, വിവിധ പരിപാടികൾ നമുക്ക് ബാലവേദിയിൽ കീഴിൽ നമുക്ക് അവിടെ നടത്താൻ കഴിയും. അതായത് ഓരോ കുട്ടികൾക്കും ഒരു പ്രാവശ്യം അതേപോലെ തന്നെ ബാലവേദിക്ക് നമ്മുടെ ലൈബ്രറിയുടെ ആ വട്ടത്തിന്റെ ഉള്ളിൽ മാത്രം നിലനിർത്തില്ല, പുറത്തേക്ക് കൊണ്ടുപോകണം. അതായത് ചിലപ്പോൾ ഒരു പ്രാവശ്യം ഒരു ബാലവേദി ഒരു വീട്ടിലാണെങ്കിൽ മറ്റൊരു പ്രാവശ്യം വേറെ വീട്ടിലാക്കുന്ന തരത്തിലേക്ക് ബാലവേദി കൊണ്ടുപോകണം. അങ്ങനെ ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് രസിക്കുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. യുറീക്ക കണ്ടിട്ടില്ലേ? എത്ര ആൾ കൈ കൊണ്ട് തൊട്ടിട്ടുണ്ട് യുറീക്ക?
ഇതൊക്കെ ഇത്ര കാണാത്തവരാണ്. കുബിക്ക ഒരു സാധനം ഇത്ര കാണാത്തവരാണ്. അതൊക്കെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഞാനിത് യുണീക്കല്ലേ ഒരു പഴയ ലെക്കാണ്, 2017 ലെക്കാണ്. ഇതിന്റെ മുഖചിത്രം തന്നെ ഒരു ചിത്രകഥയാണ്. മുഖചിത്രം തന്നെ ഒരു ചിത്രകഥ. ഞാൻ അത് ഒത്തുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ ചിത്രകഥ അച്ഛൻ കുട്ടിയുടെ പിറന്നാളിന് ഒരു ഭൂപടം സമ്മാനം കൊടുത്തു. ഇതാണ് ആദ്യത്തെ ചിത്രം. അതായത് 6 ചിത്രങ്ങളുടെ ഒരു ചിത്രകഥയാണ്. അതിൽ ആദ്യത്തതിലെ ഒരു ഭൂപടം അച്ഛൻ കുട്ടിക്ക് പിറന്നാളിന് ഭൂപടം കൊടുത്തു. വേഗം ഭൂപടം എടുത്തിട്ട് കുറച്ചു നേരം നോക്കുമ്പോ പിന്നില് ഒരു സിനിമാ നടന്റെ ഫോട്ടോ ആണ്. രണ്ടാമത്തെ കോളത്തിൽ അതാണ്. ഒരു ഭൂപടത്തിന്റെ ഒരു പുറത്താണ് ഭൂലോകത്തിന്റെ ചിത്രം, അപ്പുറത്ത് ഒരു സിനിമാ നടന്റെ ചിത്രം. മോഹൻലാലാണ് വിചാരിക്കുക സിനിമാ നടന്റെ ചിത്രം. അതില് ഇതിങ്ങനെ ആയപ്പോ കുട്ടിക്ക് സ്കൂളിലേക്ക് പോകുന്നേ കുട്ടി ഭൂപടം അവിടെ കണക്കി വെച്ചിട്ട് അതില് അനിയത്തി പോയ സമയത്ത് അനിയത്തി ഭൂപടം അവൾക്ക് സമ്മാനം കിട്ടി. പിന്നെ മറ്റൊരു മാത്രം സമ്മാനം കിട്ടിയത് ദേഷ്യായി അവള് അത് പറപറാന്ന് ചെയ്യുക. 4ാമത്തെ ചിത്രത്തിൽ അതാണ് പറപറാന്ന് ഈ ഭൂപട കൈത്തടി മറന്നു ചിരിയാണ്. ഇപ്പൊ സ്കൂൾ വിട്ട് വന്നപ്പോ ഈ ഭൂപട ആകെ ചീറ്റിയ ആകെ സങ്കടമായി, ഒക്കെ കരയാൻ. അപ്പൊ വേഗം അമ്മ ഒന്നിട്ട് പറഞ്ഞു, വേഗം കുട്ടിനെ വന്നിട്ട് പറഞ്ഞ അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാലോ എന്ന് പറഞ്ഞു. വേഗം ഈ ഭൂപടം എടുത്തിട്ട് പുതിയ സാധനം എടുത്തിട്ട് ഒട്ടിക്കാൻ നോക്കി. എങ്ങനെ ഒട്ടിച്ചിട്ട് ശരിയാവുന്നില്ല, എങ്ങനെ ഒട്ടിച്ചിട്ടും ശരിയാവുന്നില്ല. അപ്പോ അമ്മ പറഞ്ഞു, അങ്ങനെ ശരിയാവുന്നില്ലെങ്കിൽ ചപ്പത്ത് സിനിമാ നടന്റെ ചിത്രം ഉണ്ടല്ലോ, ആ സിനിമാ നടന്റെ രൂപം ശരിയാക്കി. അപ്പൊ മീശുള്ള സമയത്ത് സ്ഥലത്ത് മീശ, തൊപ്പിയുള്ള സ്ഥലത്ത് തൊപ്പി, ഇതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് അത് രൂപം ഉണ്ടാക്കി. അതാണ് മനുഷ്യന്റെ രൂപം ഉണ്ടാക്കിയ ശേഷം അതെല്ലാം ഒഴിച്ചു. എന്നിട്ട് മറിച്ചിട്ട് നോക്കുമ്പോ ആ ഭൂപടം. ഈ ചിത്രകഥ ഇതിന്റെ മുഖചിത്രമായി കൊടുത്തതിനുള്ള കാരണം എന്തായി? ഇങ്ങനെ ഒരു ചിത്രകഥ ഒരു പുസ്തകത്തിന്റെ മുഖചിത്രമായിട്ട് കൊടുത്തത് എന്തുകൊണ്ടായി? അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്തിനായി? അത്രയ്ക്ക് എന്ത് കാര്യമാണ് ചിത്രകഥയിലുള്ളത്? ഇനി ആ ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചു നോക്കുക. ആദ്യം എന്താണ് സമ്മാനം കൊടുത്തത്? ഒരു ഭൂപടം. ഭൂപടത്തിന്റെ പിന്നിൽ എന്തായിരുന്നു? ഒരു മനുഷ്യന്റെ ചിത്രം. ആ ഭൂപടം എന്തായി? ചീന്തിപ്പോയി. ചീന്തിയില്ലേ? അത് നേരെയൊക്കെ നോക്കിയോ? നേരെയോ? ഇല്ല. എപ്പോഴും നേരെയായി? മനുഷ്യന്റെ ചിത്രം വെച്ചിട്ട് ശരിയാക്കിയപ്പോൾ നേരെ. ഇത് വെറുതെ കൊടുത്താണോ ഒരു ചിത്രകഥ? എന്തിനാണ് കൊടുത്തത്? എന്തിനാണ് ഇങ്ങനെ ഒരു മുഖചിത്രം കൊടുത്തത്? എന്തിനാണ്? നേരെയാക്കാൻ പറ്റുന്നതായിട്ട്. എന്ത് നേരെയാൽ എന്ത് നേരെയാവും? എന്ത് നേരെയാൽ എന്ത് നേരെയാവും? മനുഷ്യൻ നന്നായാൽ ജീവിതമാണ്. ഈ ലോകം തന്നെ നന്നാവും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതിനും ഒരു സ്വദേശപരമായ പ്രവർത്തനം, നേരത്തെ കടിയിലുണ്ടായ ചെയ്ത പോലെ ഏത് പ്രവർത്തനത്തിനും അത് എന്തെങ്കിലും പുതിയതൊന്ന് കിട്ടണം, പുതിയത് എന്തെങ്കിലും ഒന്ന് നൽകാൻ കഴിയണം. അത് ടി.വി. കൊച്ചുബാവ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, ജീവചരിത്രം 3 വാക്കുകളിലാക്കാം: ജനിച്ചു, ജീവിച്ചു, മരിച്ചു. ഒരു ജീവചരിത്രം അത്രയേ ഉള്ളൂ, ഒരു ആത്മകഥ അത്രയേ ഉള്ളൂ. എന്ത്? ജനിച്ചു, ജീവിച്ചു, മരിച്ചു. അതൊക്കെ പോകട്ടെ, നിങ്ങൾ ചെയ്ത മഹത്തായ കാര്യം എന്താണ്? അതാണ് അവസാനിപ്പിച്ചത്. മുമ്പ് അവസാനിപ്പിച്ച സെന്റൻസ് അതാണ്.
എന്താണ് നിങ്ങൾ ചെയ്ത മഹത്തായ കാര്യം. ആ മഹത്തായ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാണ്ട് ബാക്കി എല്ലാ ജീവികളുടെ ജീവചരിത്രവും ഈ 3 വാക്കുകളിൽ നമുക്ക് ഒതുക്കാമെങ്കിൽ മഹത്തായത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അത് ഏറ്റവും ആനന്ദകരമായി ചെയ്യണം. ബാലവേദിയുടെ ആകത്തുക തന്നെ സന്തോഷമായിരിക്കും. അവിടുത്തെ ആ പ്രദേശം, ബാലവേദി നടക്കുന്ന പ്രദേശം സന്തോഷം നിറഞ്ഞായിരിക്കും. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴേക്കോ ഇത് അതേപോലെ ആ പൊട്ടത്തലേഖനം പ്രൊസൈഡിന് എന്ത് ബോറാണ് എന്നുള്ള തരത്തിൽ ഒട്ടും ആനന്ദമില്ലാതെ ഏറ്റവും രസിച്ചുകൊണ്ടായിരിക്കണം ഏത് കാര്യം ചെയ്യുന്നത്. അതായത് ബാലവേദിയുടെ ഏറ്റവും ആത്യന്തികമായിട്ടൊരു രസം എന്തായിരിക്കണം? സന്തോഷമായിരിക്കും. ആ സന്തോഷത്തിലൂടെ എന്ത് കിട്ടണം? അറിവുണ്ടാവണം. ഒപ്പം തന്നെ പുതിയ ഒരു കാര്യം, നമുക്ക് മുമ്പില്ലാത്ത ഒരു പുതിയ കാര്യം കിട്ടണം. ആ പുത്തൻ അറിവുകൾ നൽകുന്ന സ്ഥലമായിരിക്കണം ബാലവേദി. അത് എന്തിലൂടെ ആയിരിക്കണം? ഏറ്റവും സന്തോഷത്തിലൂടെ, ആനന്ദത്തിലൂടെ ആയിരിക്കണം. അതായിരിക്കണം ബാലവേദി. കുട്ടിക്ക് വരാൻ തോന്നണം, പിന്നെയും വരാൻ തോന്നണമെങ്കിൽ അതിനനുസരിച്ചുള്ള സന്തോഷം നൽകിക്കൊണ്ടിരിക്കണം, രസം നൽകിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു രസം ഒരു ദിവസമായിട്ട് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. ഉദ്ഘാടനത്തിന് ശേഷം ടീ ബ്രേക്ക് ആയിരുന്നു. ഒരു ജ്യൂസ് കുടിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ടീ ബ്രേക്ക് ആയി. അവിടെ ജ്യൂസും ചായയും ഉഴുന്നുവട ഉണ്ടായിരുന്നു. വീഡിയോ ലെങ്ത് ഇച്ചിരി കൂടിയതുകൊണ്ട് അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം കേട്ടോ. ഈ പാർട്ടിനേക്കാൾ അടിപൊളിയാണ് അടുത്ത പാർട്ട്. സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യണേ. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സ്റ്റേ ട്യൂൺ. ബൈ.